ഞങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയ അമ്പലമാണിത്. രാവിലെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ കിടന്നുറങ്ങിയ സ്ഥലം കാണിച്ചു തരാം. ഈ കാണുന്ന മണ്ഡപത്തിൻ്റെ ഉള്ളിലാണ് കിടന്നുറങ്ങി. ഇവിടെ വേറെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ മണ്ഡപത്തിൻ്റെ ഉള്ളിലല്ലാണ്ട് ഇവിടെ പുറത്തും കിടക്കാം. അമ്പലത്തിനുള്ളിൽ കിടക്കുന്ന സ്റ്റേ ആണതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. ഹംപിയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ പവറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. താമസിക്കാനായിട്ടുള്ള മാത്രം എന്തെങ്കിലും കിടക്കാനായിട്ട് എന്തെങ്കിലും പുതപ്പോ അങ്ങനെ എന്തെങ്കിലും വേണം. നല്ല കൊതുകുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റും. അല്ലാതെ താമസിക്കാൻ പറ്റില്ല. എങ്ങനെ പെട്ടുപോകാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം നൈറ്റ് സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. പൊങ്ങി വരും, താഴ്ന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഈ നദിയുടെ സൈഡിലൂടെ പല്ലിയപ്പം കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഫ്രഷായി. ഇനിയിപ്പോ അമ്പലത്തേക്ക് കുളിച്ച് വെള്ളമൊന്നും അത്ര സെറ്റപ്പ് ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോ ഇവിടെ ഓരോ സ്ഥലങ്ങൾ കാണണം. ഹംപിയില് കുറച്ച് സ്ഥലമൊക്കെ ഞങ്ങൾ ഇന്നലെ കണ്ട്. ഇനി കാണാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കവർ ചെയ്യണം. എന്നിട്ട് ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടുന്ന് പോണം. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചെരുപ്പ് ഇവിടെ കൊടുക്കണം. 2 രൂപ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ വെച്ചാലേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഹംപിയിൽ വന്നപ്പോൾ ഇവിടെ ഗൂഗിളിൽ നോക്കാൻ നേരത്ത് നല്ല റിവ്യൂ ഉണ്ട്. അതിനുള്ള വെർത്തുണ്ട്. വില കുറവാണ്. ബാക്കിയുള്ളിടത്തെല്ലാം ഒരു ഇതിന് 150 രൂപ വെച്ചാൽ. പക്ഷെ ഇവിടെ നോർമൽ റേറ്റിലാണ് ഫുഡ് കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലായിടത്തും ഭയങ്കര ഉടായിട്ടോ. പക്ഷെ ഈ ആൾക്കാർ നല്ല റേറ്റിന് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡ്. പിന്നെ ഹംപിയിൽ വരികയാണെങ്കിൽ ട്രൈ ചെയ്തു. സ്ഥലം ടേസ്റ്റ് ഓഫ് ബ്രാഹ്മൺസ് എന്ന് പറഞ്ഞത് പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല. ഇവര് പറയാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ല ഫുഡാണ്. മറ്റേ ബ്രാഹ്മൺസിന്റെ ആയതുകൊണ്ട് നല്ല സെറ്റപ്പാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. നിങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പറയാൻ കാരണം ഇത് ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ട് മറ്റേ വൃത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്. എന്നാലും അതും ഭയങ്കര റേറ്റും സാധനത്തിന്. മറ്റേ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിപ്പോ ഒരു മസാല ദോശയ്ക്ക് തന്നെ 180-200 രൂപയ്ക്കാണ് വേറെ ഹോട്ടലുകളിലൊക്കെ പറയണേ. ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇവിടെ പോകുമ്പോൾ ഈ നമ്മൾ ഗൂഗിൾ മാപ്പിൽ മെനുവിൽ നോക്കി ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ്. ഇവിടെ മസാല ദോശയ്ക്ക് ഒരു 60 രൂപ വാങ്ങണുള്ളൂ. പിന്നെ നല്ല ഫുഡ്, നല്ല ടേസ്റ്റും ഉണ്ട്. കേരളത്തിന്റെ ഫുഡ് പോലെയൊക്കെ തന്നെ ഏതാണ്ട് ഇരിപ്പുണ്ട്. കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ബ്രാഹ്മൺസിന്റെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇതൊക്കെയാണ്. കഴിച്ച ഹോട്ടലിലത്തെ ആള് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. പുള്ളി ക്ലീനാണ്, നീറ്റാണ്. ഭക്ഷണമായാലും ആളുടെ മൈൻഡും എല്ലാം സംസാരവും എല്ലാം അടിപൊളി. ഞങ്ങളിങ്ങനെ നടന്നാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര കമ്പനിയൊക്കെ. പിന്നെ അത്യാവശ്യം എന്താ പറയുക, ചെറിയ സ്പേസേ ഉള്ളൂ അവർക്ക്. എന്നാലും ആൾക്കാർ കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് അവരുടെ ഫുഡിന്റെ ക്വാളിറ്റി തന്നെയാണ്. നല്ല ഭക്ഷണം. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഫുള്ള് കറങ്ങി നടന്നു. അതെ, ഇന്നലെ ഇവിടെ ഫുള്ള് കറങ്ങി നടന്നു ഞങ്ങള്. കാരണം എന്തെങ്കിലും ഒരു കറിയെങ്കിലും കിട്ടെ. ഇന്നലെ ഞങ്ങൾ ആകെ ബ്രെഡ് മാത്രമേ കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ആ കഴിച്ച ഭക്ഷണമാണ്. അത് കഴിക്കാൻ നേരത്ത് അത്രയും മനസ്സ് നിറഞ്ഞ ഭക്ഷണം അവർ മനസ്സ് നിറഞ്ഞതിനെ തന്നു. അതാണ് സത്യം. പിന്നെ ഞങ്ങള് ഇവിടെ വന്നവഴിക്ക് 2 മലയാളികളൊക്കെ ഉണ്ട്. സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര സന്തോഷം. 5 ദിവസം ഫുള്ളിപ്പോ തുടങ്ങിയിട്ട് ഇന്ന് 6ാമത്തെ ദിവസം. ഈ ഇതില് ഷെഹലിനെയും അവന്റെ റൂംമേറ്റിനെ അല്ലാതെ വേറെ ഒരു മലയാളിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് ഹംപി ആയിട്ട് ഇവിടെ വന്ന് ഒരു മലയാളിനെ കണ്ട് സംസാരിച്ചപ്പോ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അപ്പോ ഒരു മലയാളി വന്ന് നമ്മളോട് മിണ്ടാൻ നേരത്ത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. ആള് നാട്ടിൽ എവിടെയാന്ന് ചോദിച്ചോളൂ. പിന്നെ ഞങ്ങളങ്ങ് കീറി മിണ്ടലായിരുന്നേ. അത്രയും കമ്പനിയായി. സംസാരിക്കാൻ കിട്ടിയോണ്ടുള്ള സന്തോഷം അത്.
ഇപ്പൊ ആരെ കണ്ടില്ലല്ലോ, എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവും പറഞ്ഞിട്ട് ഞങ്ങള് പറയാ ഒന്നും മലയാളി ഇല്ലല്ലോ എന്നുള്ള സങ്കടം. ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോ സന്തോഷായി. അതേപോലെ തന്നെ ഇവിടെ കുറെ ഉടായ്പുണ്ട്. നമ്മള് മലയാളികളാ, നമ്മളെടുത്ത് വന്നിട്ട് അമ്മമാര് ബൂസ്റ്റർ തരാന്ന്, ബൂസ്റ്റർ എന്ന് പറഞ്ഞോണ്ട് വന്നേക്കാ. മറ്റേ ഹംബി സീഡ് എന്നും പറഞ്ഞോണ്ട്. ഹംബി സീഡാണ് ഇത്. കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങോട്ട് നടക്കാന്ന് പറയുന്നത്. എനർജി ലോസ് ഉണ്ടാവില്ല, ഫുൾ എനർജി, ഫുൾ പവർ. നമ്മള് പുള്ളി എന്നിട്ട് പറയാം ഇത് ഭയങ്കര സെറ്റപ്പ് സാധനമാണെന്നൊക്കെ പറയാം. നമ്മള് ഇതല്ലേ അപ്പുറം കണ്ടിട്ടുള്ള കാരണം നമ്മളെ പറ്റിക്കാൻ നോക്കണേയാണ്. നമ്മള് എന്നിട്ട് പുള്ളി നൈസായിട്ട് ഒഴിവാക്കി വിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങക്ക് എനർജി വേണ്ട, ഞങ്ങളുടെ എനർജി ഇതാണ്, ചില്ലാവാൻ ഇതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് പുള്ളി വരിക. അതുപോലെ പുള്ളി എന്നിട്ട് പറയാം കേരളത്തിൽ നിന്ന് വന്ന എല്ലാവരും ഇതൊക്കെയാണ് ഉപയോഗിക്കണേന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ചില്ലായിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പുള്ളി ചോദിക്കുക ഹൗ ഡു യു ചിൽ ഇൻ ഹിയർ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് ഇതാണ് ചില്ല്, ഞങ്ങൾക്ക് യാത്രകൾ ചെയ്യണം, സ്ഥലങ്ങൾ കാണണം, അതാണ് ഞങ്ങളുടെ ചില്ല്, അല്ലാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോ പുള്ളിയുടെ മോന്താകെ മാറി. പിന്നെ പുള്ളി മൈൻഡ് ചെയ്യണല്ലോ, ഒരൊറ്റ പോക്കങ്ങ്. പിന്നെ ഞങ്ങള് പോവാൻ നടത്തി പിന്നെ ഇങ്ങനെ കൈ കാണിച്ചു അവള്. ഇത്രേ ഉള്ളു. ഇപ്പൊ ഞങ്ങള് വിതല ടെമ്പിളിലേക്കാ പോണേ. മറ്റേ അമ്പൂര് നോട്ടില് ഉള്ള ആ ഒരു സാധനം, അതിന് പേരെന്താന്ന് അറിയില്ല, അവിടെ ചെന്നിട്ട് പറയാം. കയ്യിൽ 50 രൂപ ഇല്ല, അവിടെ ചെന്നിട്ട് ആരെങ്കിലും കയ്യിൽ നിന്ന് ഒരു 50 രൂപ വാങ്ങിച്ചു വെച്ച് സ്റ്റോറി ഇടാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. പക്ഷെ 50 രൂപ ഇല്ല, അതാണ് പ്രശ്നം. 200 രൂപ നോട്ട് ഉണ്ട്. പക്ഷെ അതിന് ഇനി ഹിമാചല് വരെ പോണം. അവിടെ നമ്മളേക്ക് 200 രൂപ പോകും, അത് വേറെ കാര്യം. 500 രൂപയുടെ നോട്ടിലുള്ളതെങ്ങാണ്ട് ഹരിയാനയിലല്ല എവിടെയോ ആണ്, ഹൈദരാബാദ് എങ്ങാണ്ടാന്ന് തോന്നുന്നു 500 രൂപയുടെ നോട്ടിലുള്ള പടം. ഇവിടെ ഉണ്ടല്ലോ ഫുള്ള് സൈറ്റുകളാണെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായല്ലോ, ഞാൻ അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിയിൽ ഫുള്ള് ഇതുപോലുള്ള സൈറ്റുകളാണ്. അതിൽ ആ സൈറ്റിൻ്റെ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കമ്പി പോലെ കാണാൻ പറ്റും. എല്ലാം താങ്ങായി നിർത്തിയേക്കാണ്. മാക്സിമം നിങ്ങളൊക്കെ കാണാനുള്ളവരെല്ലാം വന്ന് ആദ്യമേ കാണുക. ഇനി ഇതൊന്നും അധിക നാളത്തേക്ക് ഉണ്ടാവില്ല. ഈ ഒരു പെർഫെക്റ്റിൽ, ഈ ഒരു ലുക്കിൽ ഇനി അധിക നാളത്തേക്ക് ഉണ്ടാവില്ല ഇതൊന്നും. ഏകദേശം എല്ലാം പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ നിങ്ങൾ വന്ന് ഈ സ്ഥലമൊക്കെ കാണണമെങ്കിൽ അത്രയും നല്ലത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നടന്ന് തന്നെ കാണുകയാണെങ്കിലാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. നടക്കാൻ കുറച്ച് ദൂരമുണ്ട്, എന്നാലും നല്ല രസമാണ് ഇലയിലൊക്കെ നടന്നു പോകാൻ നേരത്ത്. വെയിലുണ്ടെങ്കിലും അത്ര ചൂടറിയില്ല, കുഴപ്പമില്ല. ഇലകൾ നടന്ന് കാണാവുന്നേ ഉള്ളൂ. സമയമെടുത്ത് പതിയെ നടന്നാൽ മതി. എനിക്ക് എഴുതുന്നുണ്ട്, മനസ്സിലാക്കാം. നമ്പർ. ഇവരിവിടെ ഫുള്ള് നടന്ന് കാണാൻ വന്നവരാ. ആരാണാവോ? ഇതെന്തോരം പേരെനിക്ക് അറിയൂല ബ്രോ. പക്ഷെ പൊക്കോട്ടെ ഈ വഴി ഇങ്ങനെ. എന്തായി? ഞങ്ങൾ ഈ വഴി നടന്നു പോയപ്പോൾ വേഗം ഒരു സംഭവം കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ്. ഇവിടെ ഉണ്ടായിരുന്ന കലാസൃഷ്ടികളിൽ പലതും പോയിട്ടുണ്ട്. ഈ കാണുന്നത് അനന്തശയനമാണ്. പക്ഷെ മഹാവിഷ്ണുവിൻ്റെ മുഖവും കലയ്ക്ക് മേലിലേക്കുള്ളതും പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. നമ്പി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇതൊരു ദിവസമല്ല, ഒരാഴ്ച എടുത്താലും തീരൂല. ഈ കാണുന്നതാണ് സുഗ്രീവൻ പാറ. ഇതൊരു ഗുഹയാണെന്നാണ് പറയുന്നത്. സുഗ്രീവ ഗുഹ എന്ന അതിൻ്റെ പേര്. ഞങ്ങൾ ഈ വഴി നടന്നു പോകാൻ നേരത്ത് യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. വേഗം നമുക്ക് കാണാനായിട്ട് കിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ 2 പോയിന്റാണുള്ളത്. ഒന്ന് ഈ കാണുന്നതും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നേരത്തായിട്ടുള്ളത്. ഇവിടെ കാൽപ്പാടും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളത് ഈ ജയില് പോലത്തെ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടി നോക്കാൻ നേരത്ത് അവിടെയായിട്ട് 2 കാൽപ്പാടുണ്ട്, കാണുന്നുണ്ടോ? പക്ഷെ ഈ കാൽപ്പാട് എങ്ങനെയാ ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെ കുറെ കാൽപ്പാടുകൾ. ഈ വഴി മേളിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സുഗ്രീവ കേവിന്ന് മേളിലേക്ക് കയറാനായിട്ട് ഒരു വഴി കണ്ടുണ്ട്. ആ വഴി കയറി പോകുന്നതാ. ഇനിയുണ്ടോ മേളിലേക്ക്? ഇവിടെ ഒന്നും ഇല്ലടാ. കമ്പിയിലെ
കേരളത്തിലുള്ള മീനുകളും ഉണ്ട് കേട്ടാ. മലയാളി മീനുകളും ഉണ്ട്, കാണാൻ പറ്റുണ്ടാവും. കണ്ടാ ഞങ്ങള് നടന്നു വന്നപ്പോ കണ്ടതാണ് കേട്ടോ ഇത്. എന്താ സംഭവം ഒന്നും അധികം മനസ്സിലായില്ല, പിന്നെ വായിക്കാൻ നേരത്തെ മനസ്സിലായി ഇതൊരു വിഷ് ട്രീ ആണ്. നമുക്ക് എന്തെങ്കിലും വിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊരു തുണിയിൽ കല്ല് കെട്ടിയിട്ട് ഇതേപോലെ തൂക്കിയിടണം. ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് തുണിയിൽ ഒരു കല്ല് കെട്ടി ഇതുപോലെ തൂക്കിയിടുക. ഇവിടെ കുറേ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം വലിയ ആഗ്രഹമാണ്. എത്ര കല്ല ഒരു തുണിയിൽ കെട്ടിയേക്കണേ നോക്കി. ഏതൊരുത്തൻ്റെ ഏറ്റവും വലിയ എന്തോ ഒരു ആഗ്രഹമാണ്. ഇത് ബിനു അവിടെ കെട്ടുണ്ട്. ഇത് മിഠായിയാ. എങ്ങനെ ലോട്ടറി അടിച്ചാലാ. ഇതിന്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മല മേളിലോട്ട് കയറി നോക്കണം, എന്താ അതിന്റെ മേളിലൊന്നും അറിയില്ല. ഇത് പ്രാചീന ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ ഞങ്ങൾ ഇതിന്റെ മേളിലേക്ക് കയറിയതാ. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള വ്യൂ ഇവിടെ നിന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നെല്ലാം പോയി. കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ആ പുഴയില്ല, ആ കാണുന്ന പുഴയിലേക്ക് ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടായിരുന്നു, പാലം. ഇതാ ഈ കാണുന്നത് ഇതിങ്ങനെ പോയി അപ്പുറം ഇതേ അവിടെയായിട്ടൊരു മോണുമെൻ്റ് ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. മേളിലുള്ള കൂര മൊത്തം പോയിട്ടുണ്ട്, മേൽക്കൂര പോലത്തെ ഒരു പഴയകാല ബ്രിഡ്ജായിരുന്നു എന്നാണ് പറയുന്നത്. കാണാൻ പറ്റാണെങ്കിൽ ഇത് ഈ പുഴയുടെ സൈഡിലുള്ള ഇതാണ് മണ്ഡപം. ഇവിടെയുണ്ട് മണ്ഡപം. ഇവിടെ എന്തോ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിദ്യയിൽ എന്തോ പ്രതിഷ്ഠ പോലെ എന്തൊക്കെ ഉണ്ട് ഇവിടെ മണ്ഡപത്തിന്റെ ഉള്ളിലൊക്കെ. എന്റെ കറക്റ്റ് പൊക്കാലോ. ഓ, എന്റെ അളവിന് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. ഉണ്ടായില്ലേ? ഞങ്ങളിങ്ങനെ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിക്കും, കാരണം ഡീഹൈഡ്രേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നടന്ന് ഒക്കെ പോണോണ്ട് നമ്മുടെ ശരീരം കുറേ വർക്കാവുന്നതുകൊണ്ട് നമ്മൾ വെള്ളം മാത്രം കുടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുടിച്ചു കഴിഞ്ഞാലാണ് ഡീഹൈഡ്രേഷൻ വരാണ്ട് നിൽക്കുള്ളൂ. ചൂട് എന്നാലും വലിയ സീനില്ല, എന്നാലും നമ്മൾ വേഗം എക്സോസ്റ്റ് ആയി പോകുന്നുണ്ട്. തണുപ്പും ചൂടും കൂടി ചേർന്നൊരു കാലാവസ്ഥ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഡീഹൈഡ്രേറ്റ് ആയി പോകും. അതാ വിഷയം. മാക്സിമം വെള്ളം കുടിക്കുക, പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ കുടിക്കുക. ഡെയിലി ഒരു ഗ്ലാസ് എങ്ങനെയാലും കുടിക്കുക. എങ്ങനെ പോയാലും ഇപ്പൊ കുടിക്കുന്നുണ്ട് കരിമ്പിൻ ജ്യൂസ്. ആദ്യമൊക്കെ 20 രൂപ ഉണ്ടായുള്ളൂ, ഇപ്പൊ 30 രൂപയിലേക്ക് മാറിയുണ്ട്. അത് ഈ ഭാഗം ആയോണ്ടായിരിക്കണം വില വെച്ച് കൂടുതൽ. ഡീഹൈഡ്രേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി തണ്ണിമത്തൻ ജ്യൂസ്, കരിമ്പ് ജ്യൂസ് ഒക്കെ വളരെ നല്ല സാധനമാണ്. ഇങ്ങനെ നടന്നു പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം കുടിക്കാനായിട്ട്, എപ്പോഴും അല്ല എന്നാലും ഡെയിലി ഒരു തവണയെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കണം. ഈ കാണുന്നതൊക്കെ ഒരു ട്രൈബൽ, എന്താ പറയാ, ട്രൈബൽസിന്റെ കൾച്ചറൽ സ്പോട്ടായിരുന്നു എന്നാണ് ഒരു ഗൈഡ് പറഞ്ഞത്. ഇവിടെ എന്താ പറയുക, അവരുടേതായ പരിപാടികളും, അതായത് അവരുടെ കുറേ നൃത്തവും മറ്റ് കലകളും ഒക്കെ നടന്നിരുന്ന സ്ഥലമാണെന്നൊക്കെ പറയുന്നു. എല്ലായിടത്തും ഓരോ അമ്പലങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് എത്രയും വേഗം ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ അത്രയും വേഗം നല്ലതാണെന്ന് പറയാം. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അപ്പുറ സൈഡ് പുഴയാണ്. ആ പുഴ ചില സമയത്ത് ഫുള്ളായിട്ട് നിറയാറുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളം കയറാറുണ്ട്. ഒരു പ്രളയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് പോവും. അങ്ങനെ പോകുമെന്ന് പറയാൻ കാരണം ഞാൻ കാണിച്ചുതരാം. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇത് ഈ കാണുന്ന കണ്ടോ, ഈ കാണുന്നത് താങ്ങ് കൊടുത്ത് നിർത്തിയേക്കുന്നതാണ്. ഇതേപോലെ പല മോണുമെന്റ്സും ടെമ്പിൾസും ഒക്കെ താങ്ങായിട്ടാണ് നിർത്തിയേക്കുന്നത്. ഇവിടെ നോക്കാൻ നേരത്തെ തന്നെ കാണാം
പലതും പോയി. ആ ഒരു ഭംഗിയിലുണ്ടായിരുന്ന പലതും അവിടെ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒറിജിനാലിറ്റി ആയി നിങ്ങൾക്ക് ഇനി അവശേഷിക്കുന്ന ഇപ്പം ഉള്ളത് കാണണമെങ്കിൽ ഇപ്പം തന്നെ വന്ന് കാണണം, അല്ലാതെ ഒരു കാര്യമില്ല. പിന്നെ ഇനി നിങ്ങൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ ഇവിടെ വരാൻ നേരത്ത് കാണുന്നത് ഇതെല്ലാം താങ്ങായിട്ട് വെച്ചേക്കണേയിരിക്കും. ഒരിക്കലും അതിൻ്റെ ഭംഗി ആർക്കും കിട്ടില്ല. ഹംപിയിലെ ഒട്ടനവധി മണ്ഡപങ്ങളുണ്ടെങ്കിലും ഇതാണ് ഹംപിയിലെ ഡബിളായിട്ടുള്ള മണ്ഡപം. 2 നില മണ്ഡപമാണ് ഈ കാണുന്നത്. ഇത് ഇവിടുന്ന് ദ്വാരക എന്ന് പറയുന്ന അമ്പലത്തിലേക്ക് കയറാനായിട്ടുള്ള ഒരു കവാടമായിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. പല രീതിയിലാണ് പല ആൾക്കാർ പറയുന്നത്, ഗൈഡെല്ലാം പറയുന്നത്. ഞങ്ങളിപ്പോൾ വായിക്കാൻ നേരത്തെ അതിൽ നിന്ന് മനസ്സിലായത് ഇത് അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടവും അതുപോലെ തന്നെ ഇറങ്ങുന്ന സ്ഥലവുമാണ്. പിന്നെ ഇത് തൊട്ടടുത്തുള്ള റിവറിനോട് ചേർന്ന് കാണുന്നതാണ്. ഇതിനോടടുത്ത് തന്നെ ഒന്നിലധികം അമ്പലങ്ങൾ കാണുന്നുണ്ട്. അവിടെയായി കാണുന്നത് ഒന്നാണ്, പക്ഷെ അവിടെ ഇപ്പോൾ പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ മറ്റൊന്ന് ഇതാ അവിടെയായി കാണുന്നു. ഈ കാണുന്നതെല്ലാം ഓരോരോ രീതിയിലേക്കുള്ള അമ്പലങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. ഇവിടെ പോകുന്ന വഴിക്ക് നിലത്തൊക്കെ ഓരോ എന്തൊക്കെയോ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഞങ്ങള് നേരെ ഇങ്ങനെ ഇടിച്ചു കയറി വന്നേ, ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ബാക്കി ഒരു സ്ഥലത്ത് ടിക്കറ്റ് ഇല്ല, അത് ഫുള്ള് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ മാത്രമേ ടിക്കറ്റിന്റെ ആവശ്യമുള്ളൂ. പുറകിലും മഴക്കാർ നോക്കി. ഇവിടെ ആൾക്കാരുടെ തല ഇടിക്കില്ല ഇതിങ്ങനെ ബസാറ് പോലെ പണിത് വെച്ചാൽ. പക്ഷെ ഇത് പൊക്കം കുറവാതെ ഞാൻ ആലോചിക്കണേ അല്ലേ. ക്യാമറ പാടില്ല, ടിക്കറ്റും കാര്യങ്ങളും ഉണ്ടാകും. ടിക്കറ്റ് എടുത്ത് 250 രൂപ ഒപ്പിക്കുകയും ചെയ്തു. ഇതാണ് അമ്പൂരാനോട്ടിലുള്ള സ്തൂപം. ഇവിടെ അമ്പലത്തിൽ വന്നപ്പോൾ ഇതിൻ്റെ ചുറ്റും മഴവെള്ളം പോകാനായിട്ട് ഇവർ പ്രത്യേക രീതിയിൽ ഡിസൈൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് വെള്ളം മേളിൽ നിന്ന് കറക്റ്റ് ചാടി ഇവിടെ വരും. ഇവിടെ വന്ന വെള്ളം ഈ ഹോളിലേക്കൂടെ ഇറങ്ങി ഇതിലേക്കൂടെ തുള്ളി തുള്ളിയായിട്ട് താഴത്തേക്കൂടെ ഒഴുകി പോകാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഈ അമ്പലം ചുറ്റും ഇതേ ഡിസൈനിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര നേരം എടുത്തിട്ടുണ്ടാവും പണ്ടത്തെ ആൾക്കാർ ഇത് ചെയ്യാനായിട്ട്. അതും ഒരു മോഡേൺ എക്യുപ്മെൻസും ഇല്ലാണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്തെടുക്കാന്നൊക്കെ പറഞ്ഞ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് സാധിച്ചെടുത്തതെന്നാണ് ഇപ്പോഴും അതൊരു മിസ്റ്ററിയാണ്. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് വിതല ടെമ്പിളിൻ്റെ ഉൾവശത്തേക്കാണ്. ഇവിടെയുള്ള എല്ലാ പില്ലറുകളും ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. 2-3 റീസെറ്റ് ചെയ്തതാണെന്നാണ് ഗൈഡ് മുൻപിലുണ്ടായിരുന്ന ഒരാളോട് പറഞ്ഞപ്പോൾ മനസ്സിലായത്. ഇവിടെ പല ദൈവങ്ങളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. മഹാലക്ഷ്മി, ശിവഭഗവാൻ, പിന്നെ അതുപോലെ തന്നെ വിഷ്ണു, അങ്ങനെ രണ്ടാമത് പില്ലർ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം. എൻ്റെ അമ്മ, വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ആ ഹോളിട്ടേക്കുന്നതെന്ന്. ആവശ്യത്തിനുള്ള വെളിച്ചമുണ്ട്. ഇത് അമ്പലമായിരുന്നു. അത് നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അതെ, ഇവിടെ കുറേ നല്ലവരായ മനുഷ്യർ, അതിൽ കൂടുതൽ ഞങ്ങൾക്ക് അവർ പറയാൻ വയ്യ. ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് അവർ മൂത്രം ഒഴിച്ചിട്ട് പോയേക്കാണ്. നോർത്ത് ഇന്ത്യൻസ് ആവുള്ളൂ കൂടുതലും, ഞങ്ങൾ കണ്ടതാണ്. അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരാൾ, അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരാൾ മൂത്രം ഒഴിച്ചേക്കാണ്. അപ്പം അയാളുടെയൊക്കെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി.
അമ്പലത്തിൻ്റെ പ്രദക്ഷിണമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഉള്ളിലായിട്ട് പ്രതിഷ്ഠയും ഈ താഴെക്കൂടി പ്രദക്ഷിണമാണ് വരുന്നത്. ഇതാ ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഉൾഭാഗം. ഇവിടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ കുറച്ചെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ അധികം നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്ര അധികം നാറ്റമാണ്. ഇതിന് ഒരമ്പലമായിരുന്നു, അതുപോലും ഓർക്കാതെയാണ് ഇവന്മാർ ഈ വക പരിപാടി കാണിച്ചേക്കുന്നത്. ഇവിടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നതായിരുന്നു, നിൽക്കാൻ പറ്റില്ല, അത്ര അധികം നാറ്റാണ്. ഈ കാണുന്ന മേളിലുള്ള കവറിങ് ഈ അമ്പലത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗത്തേക്കുള്ളത് ഫുള്ളായിട്ട് നശിക്കപ്പെട്ടിരിക്കുകയാണ്, പൊളിഞ്ഞു പോയി. അവിടെ നിന്നേ റൗണ്ടായിട്ട് ഇതാ ഇവിടെ കണ്ടോ, ഫുള്ളായിട്ട് കവർ ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു. അതെല്ലാം ഫുള്ള് എന്താ പറയുക, ഇല്ലാതായി പോയി, സാധനം പോയി. ഹംപിയിലെ പല അമ്പലങ്ങളുടെയും ഇപ്പോഴത്തെ ഗതി ഇതായി കാണുന്ന രീതിയാണ്. ഇതാ മണ്ഡപമാണ്, മണ്ഡപത്തിൻ്റെ സൈഡിലായിട്ട് താങ്ങ് കൊടുത്തേക്കുന്നതാണ്. മണ്ഡപം പൊളിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് രണ്ടാമത് പാറക്കല്ല് വെച്ച് അവർ താങ്ങ് കൊടുത്തേക്കുന്നതാണ്. ഈ കാണുന്ന അമ്പലത്തിനുള്ളിൽ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ തൂണുകളെല്ലാം ചിലത് രണ്ടാമത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്, ഉള്ളിലുള്ള പലതും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ 4 സൈഡിലായിട്ട് താങ്ങ് കൊടുത്തേക്കാണ്. മഴ പെയ്യുന്നുണ്ട് ഹംപിയിൽ, ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യും, നിൽക്കും. ഒന്നിലധികം സ്ഥലങ്ങൾ കണ്ട് തീർത്തു. ഇനിയിപ്പോൾ ഒരു മലമുകളിൽ ഒരു അമ്പലമുണ്ട്, ഇനി അതുകൂടെ പോകാനുള്ളൂ. പക്ഷെ അവിടേക്ക് പോകാനായിട്ട് 7.5 കിലോമീറ്റർ ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 7.5 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോകാൻ. അങ്ങോട്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. 3 മണിയായി. അപ്പോൾ ഹോട്ടലിൽ ഇവിടെ അടുത്തൊന്നുമില്ല. അത് തിരിച്ച് ഞങ്ങൾ ഇന്ന് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകണം. ഇനി ഒരു 4.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം. അത് തിരിച്ച് അവിടെ ചെന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം വീണ്ടും ഇന്നലെ കിടന്ന അമ്പലത്തിൽ തന്നെ ടെൻ്റ് അടിക്കണം. പിന്നെ അവിടെ കിടന്നിട്ട് നാളെ ഇവിടെ നിന്ന് മഹാരാഷ്ട്ര കയറാനായിട്ടുള്ള പരിപാടി വെക്കും. മഹാരാഷ്ട്ര ഭാഗത്തോട്ട് പോകണം നാളെ. ഞങ്ങളെന്തായാലും ആ ഹിൽ ടോപ്പിലുള്ള അമ്പലത്തിലേക്ക് പോകുന്നില്ല. അവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ അത്യാവശ്യം എല്ലാ ആൾക്കാരും അത് അത്യാവശ്യം ഗൂഗിൾ മാപ്പിലുള്ളൊരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾ അറിയാത്തതായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അറിയുന്ന സ്ഥലത്തേക്ക് അധികം പോകുന്നില്ല. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ ഞങ്ങൾ എത്തി. പോവാനായിട്ടും പാടാണ് അവിടെ വരെ. അതെ, ഈ ബാഗും കൊണ്ട് അതിൻ്റെ മുകളിൽ വരെ കയറല് നടപടി ആവൂല, നമ്മളെ കയറ്റൂല. തിന്നായിട്ടുള്ള വഴികളാണ്. ആനന്ദം സിനിമയിൽ ആ കുട്ടി ഓടി കയറുന്നതൊക്കെ കാണിക്കുന്നത്. ആനന്ദ സിനിമയിൽ അവർ മുകളിലേക്ക് കയറുന്നത് ഈ അമ്പലത്തിൻ്റെ ഭാഗത്തായിട്ടാണ്. ആ അമ്പലത്തിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോകുന്നില്ല. പകരം ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പോകണം, റെസ്റ്റ് എടുക്കണം, പവർ ബാങ്കൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം. അതിനുശേഷം ഫോണൊക്കെ ചാർജ് കുത്തിയിട്ട് എവിടെ സ്ഥലം ഒപ്പിക്കണം. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. എൻ്റെ ഫോണ് ഫുള്ളായിട്ട് തന്നെ പോയി, ഇവൻ്റെ ഫോണ് മാത്രമേ സെറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോയതിന് ശേഷം എന്തെങ്കിലും നോക്കണം. എങ്ങനെയെങ്കിലും മുമ്പ് മഹാരാഷ്ട്ര പിടിക്കണം. മഹാരാഷ്ട്ര പിടിച്ചിട്ട് ബാക്കി. ഹംപി ഒരിക്കലും തീരില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതാ കാണുന്ന മോണുമെൻ്റ് ഉണ്ടോ, അങ്ങോട്ടേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും, ബോട്ട് വഴി പോവാം. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്, എപ്പോഴും പറ്റില്ല. ഇത് കണ്ടോ, ഇങ്ങനെ കിടക്കുകയാണ്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. മാക്സിമം നിങ്ങൾ നടന്ന് കാണുക. ഇവിടെ ഒരുപാട് സർവീസ് ഉണ്ട്, കാറിൽ പോകാനും ഓട്ടോയിൽ പോകാനും ഒക്കെ ആയിട്ട്. നടന്ന് കാണാൻ നോക്കുക. ഹംപിയിൽ വന്ന് നടന്നാൽ നിങ്ങൾക്ക് വെറുത്തേ ഉള്ളൂ. അതല്ല, നടക്കാൻ പറ്റില്ല, ഓട്ടോയാണ് നല്ലത്, ഇവിടുത്തെ ഷീ ടാക്സിയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വക സംഭവം ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഹംപി എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഹംപിയിൽ 50 രൂപ നോട്ടിലുള്ള സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ പോയി ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം നടന്ന് കാണുക. മറ്റേ സാധനത്തിന്റെ പേരെന്താ? പോത്ത് അല്ല, പുല്ലന്മാർക്ക് പ്രാന്താണടാ.
ഞങ്ങള് കുറേ നടന്ന് ഗൂഗിളിൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വന്നെയാ. ഇവിടുത്തെ പ്രൈസ് ചാർട്ട് കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും വിലക്കുറവ് നോക്കി വന്ന് കയറണ വരെ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായി ഫുഡ് ശോഭയിരിക്കുന്നു. പക്ഷേ അടിപൊളി ഫ്രൈഡ് റൈസ്, ഒരു മിനി താല്, നല്ല സാധനം, കാശിന് വർത്താണ്. അന്നപൂർണ കഫേ. നിങ്ങൾ ആരെങ്കിലും ഹംപിയിൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി വെക്കുക. ഇവിടെയും അതുപോലെ തന്നെ ബ്രാഹ്മൺസ് ഹോട്ടല്, ടേസ്റ്റ് ഓഫ് ബ്രാഹ്മൺസ്, രണ്ടിടത്തും പോയി നോക്കുക. രണ്ടും നൈസ് ഫുഡാണ്. ബിനു എങ്ങനെയുണ്ട്? ഫ്രൈഡ് റൈസിന് വേറൊരു ടേസ്റ്റ്, താലി നോർമലാണ്, പക്ഷെ ഫ്രൈഡ് റൈസ് വേറൊരു പ്രത്യേക ടേസ്റ്റ്. ഇവിടെ ഫുഡ് കഴിച്ചത് അന്നപൂർണ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഹംപി. അന്നപൂർണ കഫേ. ഇവിടെ അമ്പലത്തിൽ നിന്ന് കുറച്ച് ഒരു 100-200 മീറ്റർ ഉള്ളൂ. നിങ്ങൾ ഹംപിയിൽ വരാൻ നേരത്തെ അന്നപൂർണ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാര്യമായിട്ട് പറയുന്നത് പ്രൊമോഷൻ അല്ല, ഇവിടെ ഉള്ളതിൽ 100% കടകളിലും 90% കടകളും, 90% 98% കടകളും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു കറിക്ക് 180 രൂപ അവര് ചാർജ് ചെയ്യുന്നത്. 180-200. ഒരു വെജ് ഫ്രൈഡ് റൈസിന് തന്നെ 200 രൂപ. അങ്ങനെ 250 വെജ് ഫ്രൈഡ് റൈസിന്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ കടയിൽ വെജ് ഫ്രൈഡ് റൈസിന് 120 രൂപ, താലിന് 100 രൂപ. ഞാനൊരു താല എടുത്തത്, ലാവിഷായിട്ട് ഫുഡ് ഉണ്ടായിരുന്നു. വെജ് ഫ്രൈഡ് റൈസ് ഇവനെ എടുത്തത്. അത് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ഇട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. വേറെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. വേറെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് അവരുണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ രാവിലെ ചെന്ന ബ്രാഹ്മൺസിന്റെ ഹോട്ടൽ നമ്മള് കിച്ചണിൽ കൂടെയാണ് ഉള്ളിലോട്ട് കയറണത്. അതെ, അവർക്ക് ഇങ്ങനെ മൂടി വെച്ചിട്ടൊന്നുമില്ല. ഇത് അവരുണ്ടാക്കുന്നത് അത്രയും വ്യക്തമായിട്ട് അവർ കാണിക്കുന്നു. ക്ലീൻ ആണ് പറയേണ്ടത്. എന്ത് ക്ലീൻ ആയിട്ട് ആ സമയത്ത് ഉണ്ടാക്കി തരുള്ളൂ. അത് തന്നെ, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ ഹംപിയിൽ വരികയാണെങ്കിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട്, രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നടക്കാൻ നേരത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പുറകിന്ന് ഒന്ന് ശല്യം ചെയ്യും. അതിലൊരാളാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഈ കയറ്റം ഫുള്ള് കയറി വന്നിട്ട് ഞങ്ങൾ താഴേന്ന് വിസിലടിച്ച് നിൽക്കെന്ന് പറഞ്ഞ് ഇതാക്കുന്നതാണ്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് വീരവക്ഷ ടെമ്പിളിന്റെ മേളിലുള്ള സ്ഥലമാണ്. മാർബിളിന്റെ സൈഡാണ്. ഈ മല മുഴുവൻ മാർബിളാണ്. ഈ ചെന്നി അടക്കുന്നത് മുഴുവൻ മാർബിളിന്റെ മലയാണ്. ടെന്റ് സെറ്റ് ചെയ്യണത് ഡ്രസ്സ് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കിയിട്ടു. അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ അലക്കിയായിരുന്നു. ഞങ്ങൾ ബ്രെഡ് ഉണ്ട്, അത് കഴിക്കാനായിട്ട് കറി വാങ്ങിച്ചിട്ടുണ്ട്, ഗോബി മഞ്ചൂരി, വെള്ളം, പിന്നെ ഡ്രസ്സൊക്കെ ഇവിടെ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ബാക്കിലായിട്ട് ഇവിടെ ഡ്രസ്സൊക്കെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഒന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണക്കായിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കണം, പിന്നെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് കിടന്നുറങ്ങണം. നാളെ രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് പോകണം. ഞങ്ങളിത് ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലെയർ മാത്രമേ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് 2 ലെയർ കൊടുത്തിട്ടില്ല. കൊതുക് വല പോലത്തെ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഇത് മാത്രമേ ആക്കിയുള്ളൂ. ഇന്നിനിപ്പോൾ കഴിക്കാനായിട്ട് ഇതേ ബണ്ണും ബ്രെഡ് ഉണ്ട്. ബ്രെഡ് പൊടിഞ്ഞു പോയി. പിന്നെ ഒരു കറി മേടിച്ച് അതുണ്ട്. പിന്നെ വെള്ളം ഇത്ര ഉണ്ട്, അതും കൂട്ടി ഒരു പിടി പിടിക്കണം. ഞങ്ങളിന്ന് ഇവിടെ ഗോബി മഞ്ചൂരി, ബണ്ണ്, ബ്രെഡ്, ഇതാണ് ഡിന്നറ് ഞങ്ങളുടെ.